ഇതിൽ നമ്മൾ സുന്നികൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഇവിടെ ദീൻ ഏത് കാലത്തുണ്ടോ ആ കാലത്തൊക്കെ അള്ളാഹിന്റെ റസൂലിന്റെ ദീനിനെ പൊളിക്കാൻ വേണ്ടി കള്ളന്മാർ പുറത്തുനിന്നും അകത്തുനിന്നും കളിക്കും. അകത്തും പുറത്തുണ്ടാവും കള്ളന്മാരുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അവരുടെ ചതികളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്കൊരു നേതൃത്വം ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ആ നേതൃത്വം എന്തു പറഞ്ഞോ അതനുസരിച്ച് പൂർണ്ണതയോടുകൂടെ നിൽക്കുക അല്ലെ. ഇപ്പൊ 989 വിഷയം നമ്മൾ പറയുമ്പോൾ ഇത് ലീഗ് കളിച്ചിട്ടില്ലെന്ന് ആരും പറയൂല. കളി നല്ലോണം നടന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം ഷംസുൽ ഉലമയെ യാപ്പിനും തെറ്റിക്കലായിരുന്നു. ആ തെറ്റിക്കല് ലീഗ് വിജയിച്ചു. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട വലിയൊരു ടീം, യുവാക്കളുടെ ടീം, യുവത്വം, ആവേശം നിറഞ്ഞ സുന്നികളായ ആൾക്കാർ സമസ്തയിലാണ് പോവുകയാണ്. ഇത് ആർക്കാണ് ലാഭം? ഇത് മുസ്ലിം ലീഗിന് മുതലെടുക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ലീഗ് എന്താ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഹമീദ് ഫൈസി, അതേപോലെ ഉമർ ഫൈസി, മുഖ്യ അടക്കമുള്ള നേതാക്കന്മാർ സമസ്ത വിട്ട് പോകണമെന്ന് അവരുടെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കാൻ പാടില്ല. പട്ടിക്കാട് ജാമ്യ നൂരിയ സമസ്തന്റെ ആണ്, ലീഗിന്റെ അല്ല. ഓരോ സ്ഥാപനങ്ങളും ദാറുൽ ഹുദ സമസ്തന്റെ ആണ്, ലീഗിന്റെ അല്ല. ഇപ്പൊ നമ്മൾ ഇതൊക്കെ വിട്ട് ഇവിടെ ലീഗ് ഉണ്ട്, നമ്മൾ സമസ്ത വിട്ടു പോവുക, ജിഫിതങ്ങളെ വിട്ടു പോവുക, നമ്മൾ മാറി നിന്നാലോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ പരീക്ഷണം വിശ്വാസികൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഈ ഭൗതികപരമായിട്ട് മാത്രമല്ല, ആത്മീയമായിട്ട് തകർക്കാൻ വേണ്ടി ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. സ്വത്തോ മുതലോ പണോ ഒന്നുമില്ല. നമുക്കൊരു ഈമാന്റെ ഒരു ആവേശം, ഒരു അനുഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അഹ്ലുസുന്നയുടെ നേരായ മാർഗത്ത് നമ്മൾ നിൽക്കണം. അതൊന്ന് സമസ്തക്കാർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒക്കെ സന്തോഷം. സുന്നികൾക്ക് ആദർശം ഒന്നാണ്. എന്ത് പറഞ്ഞാലും ഈ ആദർശം ഉള്ള ആളുകളെ ഭിന്നിച്ച് നിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഭൗതികവാദികളാണ്. അത് എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ നമ്മൾ ഭിന്നിച്ച് പോയി കൂട്ടി. ഇപ്പൊ AP വിഭാഗത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഭൗതിക താല്പര്യം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാവരും പൂർണ്ണ സുന്നികളല്ല. സുഹാബികൾ ലോകത്ത് മൊത്തം ഉണ്ട്. അത് സമസ്തയിലോ ലീഗിലോ നമ്മൾ AP വിഭാഗത്തിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം സുഹാബികൾ വളർന്നിട്ടുണ്ട്. സുഹാബികളാണുള്ളത്. അള്ളാഹുവിൽ യഥാർത്ഥമായി ആത്മാർത്ഥ ഒരു വിശ്വാസമില്ലാത്ത, അടിയുറച്ച വിശ്വാസമില്ലാത്ത ഒരു ഉമ്മത്താണ് ഉള്ളത്. മൊത്തം 99% കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അവരുടെ അടയാളം എന്താണ്? അവരുടെ അടയാളം അവരുടെ നേതൃത്വത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കും എന്നുള്ളതാണ്. 989 എന്ത് ചെയ്തു? ഞങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തനെ അനുസരിച്ചു. ഷംസുൽ ഉലമനെ, അത് ലീഗിന്റെ അടിമ ആയതുകൊണ്ടല്ല. ഷംസുൽ ഉലമ എന്ന് മഹാൻ നമ്മളും മനസ്സിലാക്കിയതിന്റെ അപ്പുറത്താണ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും സമസ്ത സെക്രട്ടറി എന്ന് പറയാ, അതിലപ്പുറമാണ് അല്ലെ. ആ മഹാനൂട്ടി ഞങ്ങൾ എങ്ങനെ പോവുക? നിങ്ങൾ ഓർത്തു നോക്കി. ചെറിയ കാര്യം അല്ലല്ലോ. മുത്ത് നബിയും സ്വഹാബത്തും അല്ലെ അള്ളാഹുവിനും മതം അനുഭവിച്ച പല കാര്യങ്ങളും സമസ്തക്കാർക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന്. ഇത്രയും വലിയ തൗഫീഖ് ഉണ്ടോ വേറെ? നമുക്കിപ്പോ 40 കോടി കിട്ടലോ വലിയ ഇതുണ്ടാക്കലോ ഒന്നുമല്ല. ഈ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കൂട്ടി, എന്നാലും സമസ്തക്കാരൻ ഹാപ്പിയാണ്. കാരണം എന്താ? ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്താണെന്ന് വെച്ചാൽ അവന്റെ റബ്ബിനെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അത് സമസ്തയോടെ കിട്ടും. ഒരു ആത്മാർത്ഥ സമസ്തക്കാരൻ അത് കിട്ടുന്നുണ്ട്. അത് പോരാ നമുക്ക്. അപ്പൊ നമ്മൾ ലീഗിനെ കണ്ടിട്ടോ കോൺഗ്രസിനെ കണ്ടിട്ടോ CPM കണ്ടിട്ടോ അല്ല, നമ്മൾ സമസ്തനെ കണ്ട് സമസ്തന്റെ കൂടെ നിൽക്കുക. അതൊരു തൗഫീഖാണ്. അള്ളാഹു സുന്നികൾക്ക് ഐക്യം തരട്ടെ. അള്ളാഹുവിനെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു സുന്നികൾ എന്താണോ പറയണ്ടേ ആ അനുഭവങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ സംഘടന ആവുക എന്നുള്ളത് മാത്രമല്ല, ആ സംഘടനയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക. അതിനപ്പുറം നമ്മൾ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തിക ശുദ്ധി, ലൈംഗിക ശുദ്ധി, ഇന്നത്തെ വിഷയം എന്താണ്? പലിശ, പെണ്ണ് കേസ്, ലൈംഗികമായിട്ട് പല വിഷയങ്ങള്, ഭാര്യനോട്, ഉമ്മയോട്, മാതാപിതാവ് അല്ലെ, കുടുംബ സ്വത്ത് ഓരിക്കേണ്ട വിഷയത്തിൽ എത്ര മൂല്യം, എത്ര പ്രശ്നക്കാരുണ്ട്. ഞാൻ സമസ്തക്കാരൻ എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ ആത്മാർത്ഥമായി ജീവിക്കണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ സുന്നി പറഞ്ഞ പരസ്പരം തമ്മിൽ തല്ലുണ്ട്, ശരി അല്ലേ? ഈ സുന്നി പരസ്പരം പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദീനുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. എത്ര ഭാര്യമാർ കഷ്ടപ്പെടും ചില ഭർത്താക്കന്മാരെ കൊണ്ട്, അത് മൂല്യന്മാരില്ലേ? എത്ര മാതാപിതാക്കൾ കരയുന്നുണ്ട് ഈ മക്കളെ കൊണ്ട്, അത് നമ്മളെ ആൾക്കാരില്ലേ? അപ്പൊ മാതാപിതാക്കളോട് സിഗരറ്റ് വലിക്കാൻ പോലും പാടില്ല എന്ന് പറയാം. ഇനി വലിച്ചോലെ കുറ്റം പറയണ്ട, അത് അവരും അള്ളാഹും തമ്മിൽ എന്ത് രഹസ്യങ്ങളുണ്ടോ അള്ളാഹു ആലം. ഓരോ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നടക്കുമ്പോൾ തല താഴ്ത്തി നടക്കണം. ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നമ്മൾ സുന്നി AP എന്നുള്ളതിനപ്പുറം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ജീവിച്ചാൽ നമുക്കിത് വലിയ തൗഫീഖാണ്. ഒരു പക്ഷെ 89 ഒരു ഭിന്നിപ്പ് പോലും നമുക്ക് ഖൈറുണ്ടാവും. പരീക്ഷണല്ല ഇതൊക്കെ അല്ലെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നാൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുക, ഇന്ന് ഞാൻ ചെയ്ത തെറ്റെന്താണ്, അത് തിരുത്തുക. ഓരോരുത്തരോടും സംസാരിക്കുക ആത്മാർത്ഥമായിട്ട്. ഇനി ആര് കച്ചറക്ക് വന്ന് ഓരോട് സംസാരിക്കണം, ദേഷ്യപ്പെടുക ചെയ്യുക. ആ ആളെ വെറുക്കാതിരിക്കുക. പടച്ചോൻ ഒരു പടപ്പിനോട് വെറുപ്പില്ല എന്ന് ഉറപ്പിക്കുക. അങ്ങനെ നമ്മൾ ശംസുലമ എന്ന് പറഞ്ഞ, ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം പറയാം, ശംസുലം എന്ന് പറഞ്ഞ ആൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ഈ സമസ്തക്കാരെ ഇടയിലുണ്ട്. അത് ഉറപ്പാണ്, അത് സംശയമില്ല അല്ലെ. ആ മഹാന്റെ പേര് നമ്മൾ എന്നും ഫാത്തിഹ ഓതുക.
ആ മഹാനെ പറ്റുമ്പോൾ സിയാറത്ത് ചെയ്യുക, അത് സംശയനാണ്. ആ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് വഹാബികൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അതൊരു ശംസ്, അതൊരു വെളിച്ചം, അത് നിസ്സാരല്ല, അത് ചെറിയ കാര്യേ അല്ല. നമ്മൾ പറയുന്നതിലപ്പുറമാണ്. പറഞ്ഞാൽ വിശ്വസിക്കൂല. ആരാണ് ശംസുൽ ഉലമ എന്ന് അറിയേണ്ട വിധം സമസ്തക്കാരൻ അറിയണം, അവിടെ സിയാറത്ത് ചെയ്യണം, അവരെ പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും. എല്ലാവർക്കും അറിവുണ്ടാവണം എന്ന് അതേ സ്ഥാനത്ത് എല്ലാവർക്കും അദബ് ഉണ്ടാവാൻ വേണ്ടി പറ്റും. അദബാണ് അഹ്ലുസുന്നയുടെ അടിത്തറ എന്ന് പറയുന്നത്. അദബ് അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ ഇന്നോളം കണ്ണി മുറിയാതെ വന്ന അദബിന്റെ പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്തക്കുണ്ട്. നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുക, അതാ റസൂൽ പഠിപ്പിച്ച അഹ്ലുസുന്ന എന്ന് പറയും. കിതാബ് തന്നെ കച്ചറ കളിക്കുക എന്നുള്ളതല്ല. കച്ചറക്ക് നടന്നോട്ട് പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് മാത്രം കാണുക. നമുക്ക് അദബ് ഉണ്ടാവുക. മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുക. നീ ആരെ ഇഷ്ടപ്പെട്ടു അവരെ കൂടെ പോകും എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ശംസുൽ ഉലമനെ ഇഷ്ടപ്പെട്ട ശംസുൽ ഉലമ കൈ പിടിക്കുമെന്ന്. അത് ഒരു ആലങ്കാരിക വാക്കല്ല. സമസ്തക്കാരൻ അത് അനുഭവമാണ്, അനുഭവ ബോധ്യമാണ്. ഇപ്പൊ നമ്മൾ എന്തിനു സംശയിക്കണം ഈ സമസ്തക്കെതിരെ ആര് പറയുമ്പോൾ ഞങ്ങൾ പൊട്ടിത്തെറിച്ച് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കയ്യിൽ നിധി തട്ടിപ്പറിക്കുമ്പോൾ വിഷമാണ്. പിന്നെ പറയാതിരിക്കും. ഞങ്ങൾക്ക് ഒരിക്കലും AP-കാരോടോ സംസ്ഥാനക്കാരോടോ ഒരു മനുഷ്യനോടും ഒരിക്കലും ഉറപ്പില്ല. ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയിലൂടെ, മഹാനായ ശംസുൽ ഉലമയിലൂടെ. ആ സത്യത്തെ പിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, ആ സത്യത്തെ അസത്യമാക്കി അവതരിപ്പിക്കുമ്പോൾ വിഷമം മാത്രം സമസ്തക്കാർക്കുള്ളൂ. ഇന്ന് വരെ AP-കാരോട് പ്രതികരിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ അത് വെറുപ്പ് കൊണ്ടല്ല ഒരിക്കലും. ഞങ്ങൾ അറിഞ്ഞ സത്യത്തിനെതിരെ പറയുമ്പോൾ വിഷമം കൊണ്ട് മാത്രമായിരുന്നു. ലീഗേര് കളിച്ചിട്ടുണ്ട്, ലീഗർ ഇനിയും കളിക്കും. അത് എല്ലാ വിഭാഗത്തിലും രാഷ്ട്രീയം തലക്ക് പിടിച്ചാൽ ആരും നശിച്ചു പോവും, നമ്മളൊക്കെ നശിച്ചു പോവും. രാഷ്ട്രീയ നല്ല ഭൗതികപരമായ ചിന്തകൾ തലക്ക് പിടിച്ചാൽ ആഖിറത്തെ മറക്കും. അള്ളാഹു കാക്കട്ടെ. ഒരു യഥാർത്ഥ സുന്ന ജമാഅത്തിനെ അറിഞ്ഞ ഒരാൾ ഒരിക്കലും പോവില്ല എന്നുള്ളതല്ല, സംശയം പോലും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ സംശയത്തിലാണ് ഉള്ളത്. അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കേണ്ട വഹാബികളുണ്ട്, അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കേണ്ട നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. പള്ളിക്കലൊക്കെ ഉണ്ടാവും. അള്ളാഹു ഉണ്ടോ എന്ന് സംശയം അവർക്ക്. സമസ്തക്കാരൻ അള്ളാഹു ഉണ്ട് ഉറപ്പില്ല, അത് ഉണ്ടല്ലോ അല്ലേ? ആ കാരുണ്യവാനായ റബ്ബിനെ അറിഞ്ഞവരാണ് സുന്നികൾ. അവനെ സുന്നിയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സുഹാബിയാണ്. ബാക്കിയുള്ള സുന്നിയാവാ എങ്ങനെയാവാ? ഓനെ ഈ ആൾക്കാരുടെ അതബുണ്ടാവാ. സുന്നിക്ക് ഒരു നേതൃത്വം ഉണ്ടാവും. നിങ്ങൾക്ക് നേതൃത്വം ഉണ്ടോ? കള്ള വഹാബിയൊക്കെ നേതൃത്വം ഉണ്ടോ? നിങ്ങൾ എട്ടായി പൊട്ടിയാൽ എന്തുകൊണ്ട് എട്ടായി പൊട്ടി? മുസ്ലിം സമുദായം സുന്നികൾ ഒന്നിക്കുക എന്ന് പറഞ്ഞ സുന്നി എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ ആളുകൾക്ക് ഒന്നിക്കാതിരിക്കാൻ കഴിയും. സുന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കുക. എന്താണ് ഇസ്ലാം എന്ന് വഹാബിക്ക് അറിയോ? വഹാബി കണ്ട ദീന് എന്താണ്? വഹാബിസത്തിന്റെ ദീനി എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊണ്ടുവന്ന പുതിയ ഇസ്ലാമാണത്. അത് പുത്തൻ ഇസ്ലാമാണ്. അത് ദീനല്ല, അത് പാരമ്പര്യ ഇസ്ലാം അല്ല. അതൊരു പുറന്തോലി മാത്രമാണ്. ഒരു മുട്ടന്റെ തോല്, ഉള്ളിൽ സാധനമില്ല, ഉള്ളിൽ ഫുള്ള് പൊള്ള. തുറന്നാണ് പോയാൽ അത് കാലിയാണ് അല്ലേ? പിണ്ണാക്ക് പോലെ, പിണ്ണാക്കിന്റെ എണ്ണൊക്കെ പിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. പിണ്ണാക്ക് തൊള്ളിയിട്ട് എന്താണ് നമ്മൾ ദാഹിച്ച് വലയും എന്ന് പറഞ്ഞ പോലെ വഹാബിസത്തിലേക്ക് കയറിയ ദാഹിച്ച് വലയും, വെള്ളം കിട്ടാതെ വലയും. നിങ്ങൾക്ക് എന്താ ദീന് തിരിയാത്ത എന്നറിയോ? വ്യക്തി ജീവിതത്തിലെ പാരമ്പര്യത്തിൽ ഉപ്പാപ്പന്മാർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുരുത്തുക്കളാണ് ഇതൊക്കെ. അങ്ങനത്തെ തന്നെ വഹാബി ആവുള്ളൂ. നേരായ മാർഗത്തിൽ അടിയുറച്ച് വന്ന് അതപോടെ വന്ന ഒരാൾ വഹാബി ആവൂല. 100%. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല. ഞങ്ങൾക്കെതിരെ വന്നാൽ ആര് വന്നാലും പറയും. ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ, അള്ളാഹുവിന്റെ ദീനിനെതിരെ ആര് വന്നാലും സമസ്തക്കാരൻ പറഞ്ഞുകൊണ്ടായിരിക്കും. അത് ലീഗ് എന്നല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, കോൺഗ്രസ് ആയാലും ആരായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും ഈ ദീനിനെതിരെ വന്ന് ഞങ്ങൾ മൗനമായിട്ടിരിക്കൂല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരുപോലെയാണോ? നിങ്ങളുടെ ഭാഷ പ്രകാരം നിങ്ങൾ പറയും. നിങ്ങൾ വോയിസ് ആക്കി ഇവിടെ അങ്ങ് ചർച്ച ഇൻഷാ അല്ലാഹ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പോലെയാണോ മുസ്ലിം ലീഗ്? അല്ലെ അങ്ങനെ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോലെ ഒരു പാർട്ടി മാത്രം ലീഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമല്ല. ഇത് സ്വർഗത്തേക്ക് പോണ പാർട്ടി, പച്ചക്കൊടി എന്നൊക്കെ പറഞ്ഞ ഒരു ആത്മീയത ചൂഷണം ചെയ്യേണ്ട, ആത്മീയത വെച്ച് രാഷ്ട്രീയം പറയുമ്പോൾ ഈ സമസ്ത ഈ നേതൃത്വം പറഞ്ഞ് നിങ്ങൾ അനുസരിക്കേണ്ട. അല്ലെങ്കിൽ പറഞ്ഞാൽ തുറന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിനെ പോലെ, ഞങ്ങൾ CPM പോലെ, ഞങ്ങൾ ബാക്കിയുള്ള പാർട്ടിക്കാരെ പോലെ വെറും പാർട്ടി മാത്രം എന്ന് പറഞ്ഞ വിഷയം തീർന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ സംശയത്തോടു കൂടെ നിൽക്കേണ്ട വിഷയമുണ്ട്. ഒരുപാട് ആൾക്കാർ വിശ്വാസമാണ്. മുസ്ലിം ലീഗിൽ ഒരു 80% സാധാരണക്കാരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലീഗ് മതത്തിന്റെ ഭാഗം എന്നാണ്. അത് തിരിച്ചാണ് പറഞ്ഞാൽ പിന്നെ വിഷയത്തിന് ആരും ആ ഭിന്നായി വരൂല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിന് പോവാം. ഇത് സമസ്ത ലീഗ് സമസ്തന് എന്നൊക്കെ പറയുമ്പോൾ ഇതേ സമസ്ത പറയാൻ എന്ത് ജമാഅത്ത് ഇസ്ലാമിനെ കൂടെ പിടിക്കേണ്ട എന്ന് പറയുമ്പോൾ അനുസരിച്ചു തുടങ്ങുക. ഞങ്ങൾക്ക് അഹ്ലുസുന്നയാണ് വലുത്, ദീനാണ് വലുത്. അതിനുമായി സഹകരിക്കാൻ ആര് വന്നാലും ഞങ്ങൾ സഹകരിക്കും. മുസ്ലിം ലീഗുമായി ഇത്തരം കാര്യം ഒരുപാട് ആൾക്കാർ സഹകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമസ്തന് കൂടെ നിന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഇനി ലീഗ് സമസ്തക്കെതിരെ തിരിയും. അതിനപ്പുറം ഒന്നുമില്ല. ഇനി ലീഗ് എല്ലാം തിരിച്ച് സമസ്തന് കൂടെ വന്നാലോ കൂടെ ചേർത്ത് പിടിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ സമസ്തക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല. ലീഗിനെ സ്നേഹിക്കുന്നുണ്ട്, ഇന്നും സ്നേഹിക്കും, ലീഗിനെ സ്നേഹിക്കും. പക്ഷെ ലീഗിന്റെ വിഷയം എന്താ? ഞങ്ങൾ സമസ്തക്കാർ എന്ന് പറയാ.
തങ്ങന്മാരടക്കം പറയും ഞങ്ങൾ സമസ്തക്കാർ സമസ്ത നല്ല വലിയ കുണ്ടന്മാരാണ് പോലെ. എന്നിട്ടോ ഈ നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ മടി. ആരാണ് സമസ്തക്കാരൻ? സമസ്തക്കാരൻ സുന്നിയാണ്. ആരാണ് സുന്നി? സുന്നി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് പോലെ, ഇമാമിനെ തുടരുന്ന പോലെ, മാമൂമിങ്ങളെ പോലെ അല്ലേ? ഇമാമിനെ ഒരു നിസ്കരിക്കേണ്ട ഇമാമിനെ തുടരുമ്പോൾ ആ മാമൂമികൾ എങ്ങനെ തുടരണം? അതുപോലെ ഇമാമിനെ അനുസരിച്ച് നിൽക്കേണ്ട ഒരു ടീമാണ് സമസ്തക്കാരൻ. അവനാണ് സുന്നി. അവ ശംസുൽമാന്റെ പ്രസംഗം കേൾക്കുക, മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോ കാന്തപുരം വിഭാഗത്തിന്റെ വേദി ആദർശപരമായിട്ടൊക്കെ ഒന്ന് പങ്കെടുത്താൽ ഇവർക്കുണ്ട് ഇളകി വരില്ലോ. അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ട് ചരിത്രം പറയലും ബാക്കിയുള്ളതൊക്കെയാണ്. സുന്നികൾ തമ്മിൽ ഐക്യണ്ടാവും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ആരാണ്? അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അവരാണ് ഭിന്നിപ്പിന് കാരണക്കാര്. അല്ല, ഇത് അറിയാം. ഇത് 989 സമസ്തക്കാർക്ക് അറിയാത്തത് കൊണ്ടോ ബാക്കിയുള്ളത് ഒന്നുമല്ല. പക്ഷെ എന്ത് വേണ്ടിയിരുന്നു? നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് സമയത്തും നേതൃത്വം അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങുക, നേതൃത്വം ഒരുങ്ങാൻ പറഞ്ഞാൽ ഒരുങ്ങുക. ഈ നേതൃത്വം നമ്മൾ ചതിക്കൂല ഒരിക്കലും. നമ്മൾ പഴിച്ചു പോകൂല. ഇവിടെ നിന്നാൽ മതി. സമസ്തന്റെ കൂടെ നിന്നാൽ നമ്മൾ പഴിച്ചു പോകൂല. നമ്മൾ അവർ കൈ പിടിക്കും. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ സമസ്തന്റെ കൂടെ നിന്നാൽ നമ്മളെ തകർക്കാൻ വേണ്ടി ലീഗിന് എന്ന് അവർ അടങ്ങി നിൽക്കും, അടങ്ങി ഒതുങ്ങി നിൽക്കും. ഇന്നും അവർ ആഗ്രഹിക്കേണ്ട ഈ സമസ്തയിലെ ഭിന്നിപ്പാണ്, ഒരു പിളർപ്പാണ്, ഒരു വിഭാഗത്തിന്റെ അനുസരണക്കേട് കാണിപ്പിച്ചിട്ട് പുറത്ത് ചാടിക്കാനുള്ള വിഷയം അവർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോഴും ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അവര്. കളി നടക്കൂല. ഇനി സമസ്തക്കാരെ ഭിന്നിപ്പിക്കാൻ കഴിയൂല. ഇന്നും കാന്തപുരം വിഭാഗത്തിന്റെ എന്നല്ല, സമസ്ത സുന്നി വിഭാഗത്തിന് മൊത്തം മനസ്സിൽ നമ്മളൊന്ന് ഒന്നിക്കണം എന്നുള്ള മനസ്സ് വന്നല്ലോ. അത് തന്നെ നല്ലൊരു രീതിയിലേക്കുള്ള ഒരു ഹൈറായ ചിന്തയാണ്. അതൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അത് വരും. നല്ല മനസ്സുള്ള മനുഷ്യന്മാരെ ഒന്നിക്കും ഇൻഷാ അല്ലാഹ്. അന്നൊക്കെ നമ്മൾക്ക് ഒരിക്കലും മുസ്ലിം ലീഗുകാർ വിരോധം. ഈ മുസ്ലിം ലീഗിനും വേണം സമസ്തനെ മനസ്സിലാവുക. എന്താണ് സമസ്ത എന്ന് ലീഗുകാർക്ക് മനസ്സിലാവണം. ഇത് വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് ബാങ്കായിട്ട് കണ്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അല്ലത്. അതിന്റെ അപ്പുറമുണ്ട്. ആ ജബ്ബാറാജ് എന്നല്ല, നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ തോറ്റാലും നിങ്ങൾ എന്തായാലും സമസ്ത എന്ന ഹക്കിനെ തിരിയാതെ നിങ്ങൾക്ക് അള്ളാഹിനെ തിരിയൂല, ദീന് തിരിയൂല. നിങ്ങൾ എത്ര ഉമ്മത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞാലും ഈമാൻ കിട്ടൂല. അതൊരു സത്യമാണ്. സമസ്തക്കെതിരെയുള്ള മനസ്സ് അല്ലാഹു ആർക്കും തരാതിരിക്കട്ടെ.